ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. എനിക്കങ്ങനെ ടെക്നിക്കൽ പരമായിട്ടുള്ള അറിവൊന്നുമില്ല. ഞാനൊരു 2 വർഷത്തിലധികമായി ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് പറയുന്നത്. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു പുതിയൊരു യൂട്യൂബറാണ് കേട്ടോ. ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം, അല്ലാന്നുണ്ടെങ്കിൽ ക്ഷമയോടുകൂടി കാണാം കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന സമയത്തായിരിക്കും ഏതെങ്കിലും ഒരു പോയിൻ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒന്നും എല്ലാവർക്കും അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു പോയിൻ്റൊക്കെ ഉപകാരപ്പെടുവാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കുമായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ലാന്ന്. കാരണം അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരത് പ്രോപ്പറായിട്ട് കാണണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, അവർ കാണുകയില്ല. പിന്നെ നമ്മൾ അറിയാവുന്ന 1-2 പേരൊക്കെ നമ്മൾ അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 പേര് കാണുകയും കമൻ്റ് ഇടുകയൊക്കെ ചെയ്യും. അല്ലാതെ നമ്മൾ ചാനൽ തുടങ്ങുന്ന സമയത്ത് ആരും അറിയാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അത് നമ്മൾ എന്താ പറയുക, നമ്മൾ അങ്ങനെ പറഞ്ഞ് ചെയ്യിക്കുമ്പോൾ നമുക്കൊരു ബെനിഫിറ്റും അതിൽ നിന്ന് ഉണ്ടാവുന്നതല്ല. സെക്കൻഡായിട്ടുള്ള കാര്യം, നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുക. അതായത് ഡെയിലി ഇടാൻ പറ്റിയില്ലെങ്കിലും ഒന്നിടവിട്ടിട്ടോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ആഴ്ചയിൽ 2 എണ്ണമായിട്ടോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വീഡിയോ പോസ്റ്റ് ചെയ്യുക. പക്ഷേ അത് പ്രോപ്പറായിരിക്കണം, ഡെയിലി അതുണ്ടായിരിക്കണം. അതായത് കൺസിസ്റ്റൻസി ആയിരിക്കണം, ടൈമിങ് പക്ക ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് റീച്ച് ആവൂ. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഒന്നും കൂടെ ബെസ്റ്റ്, ഞാൻ ഓരോ വീഡിയോസൊക്കെ ആയിരുന്നു കേട്ടോ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ഒന്നും കൂടെ ബെസ്റ്റ്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു ദിവസം 3-4 വീഡിയോസൊക്കെ ഇടുകയാണെങ്കിൽ, നല്ല എഫേർട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യും. അപ്പോൾ ചില ആൾക്കാർക്ക് നമുക്കത് പറ്റില്ലായിരിക്കും, ചില ആൾക്കാർക്ക് അത് ഓക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ പറ്റാവുന്നവരാണെങ്കിൽ ഡെയിലി ഒരു 3-4 വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റീച്ച് ആവുകയും നമ്മുടെ ചാനൽ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്കായി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പിന്നെ നമുക്ക് അതങ്ങ് പിടിച്ച് ചാനലങ്ങ് കയറിക്കോളും. പിന്നെ എപ്പോഴും പോയിട്ട് YT സ്റ്റുഡിയോ നോക്കാതിരിക്കുക. നമുക്കത് നോക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. 1 വ്യൂവോ 2 വ്യൂവോ ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ അത് തീരെ നോക്കാതിരിക്കുക. എന്നിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വർക്ക് ചെയ്യുക. അതായത് നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസാണ്. ആ വീഡിയോസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമയാണ് ഇതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ നിങ്ങൾ ക്ഷമയോടുകൂടി കാണുന്നുണ്ടെങ്കിൽ മാത്രം, അതായത് നമുക്ക് വേണ്ടത് ഏറ്റവും കൂടുതൽ ഇതിൽ വേണ്ടത് ക്ഷമയാണ്. ക്ഷമയുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്താ പറയുക, കുറച്ച് ഒരു 6 മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിലോ നമുക്കത് ഇതാവും. പക്ഷേ എങ്കിൽ ചില ആൾക്കാർക്ക് ഭാഗ്യം പോലെ ചിലപ്പോൾ ഒരൊറ്റ വീഡിയോയിൽ തന്നെ ചിലപ്പോൾ 2-3 വീഡിയോസ് ഇട്ട ഉടനെ തന്നെ ആവും. എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ വീഡിയോ തുടങ്ങിയ സമയത്ത് എനിക്കധികം റീച്ചും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഷോപ്പിൻ്റെ വീഡിയോസൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കുറേ നിർത്തി വെച്ചു. അപ്പോൾ എൻ്റെ വാച്ച് അവറെല്ലാം കുറയാൻ തുടങ്ങി. വീണ്ടും ഞാൻ ഒരു കറക്റ്റായിട്ടൊരു 3 മാസം വീഡിയോസ് അപ്ലോഡ് ചെയ്തു. അത് എൻ്റെ ഒരു വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഒരു വീഡിയോ, ഒരു പായസത്തിൻ്റെ വീഡിയോ ആയിരുന്നു. അത് കയറി 10K വ്യൂസായി. എനിക്ക് അതിൽ നിന്ന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയും എനിക്ക് വാച്ച് അവറൊക്കെ ഒരുപാട് കിട്ടി. അതിൽ നിന്ന് എനിക്ക് 2000 സംതിങ് വാച്ച് അവറോളം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ നാൾ വീഡിയോ ഇട്ടില്ല, ഏകദേശം ഒരു 11 മാസം ശേഷം ഇപ്പം കുറച്ച് ആയതേ ഉള്ളൂ ഷോർട്സൊക്കെ ഒന്ന് ഇടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ ആ ഒരു വാച്ച് അവർ എന്ന് പറയുന്നത് 2500-ൻ്റെ മേളിൽ പോയ വാച്ച് അവർ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ 100 സംതിങ്ങേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്, നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നെങ്കിൽ പ്രോപ്പറായിട്ട് തന്നെ ഇതിനകത്ത് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുക. അതുപോലെ പ്രോപ്പറായിട്ട് വീഡിയോസ് ഇടുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.